കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഒരു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമായിട്ടൊക്കെ ഒരു മോഡലുമായിട്ടൊക്കെ JP നദ്ദയെ കാണാൻ പോയിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് റിസൾട്ടുകളുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അത് എല്ലാം നടക്കുകയാണെങ്കിൽ വളരെ മനോഹരം. ഒന്ന്, തിരുവനന്തപുരത്ത് കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജിന് 100 MBBS സീറ്റ് അടുത്ത വർഷം അനുവദിക്കും എന്ന് പറയുമ്പോൾ 100 പേര് കൂടി MBBS ഡോക്ടർമാരാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്നുള്ള ഒരു ഉറപ്പും JP നദ്ദ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജ് മാറ്റുന്ന പരിപാടിയിൽ ആ പരിപാടിയിൽ 100 MBBS സീറ്റ് അടുത്ത വർഷം അനുവദിക്കുമെന്ന് JP നദ്ദ ആരോഗ്യവകുപ്പ് മന്ത്രി തത്വത്തിൽ അംഗീകരിച്ചതായിട്ടാണ് ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 10 വർഷം മുമ്പാണ് കോടികൾ മുടക്കി സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങിയതെങ്കിലും 10 വർഷമായി MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കേരളം കാണിച്ച കുറ്റകരമായ അനാസ്ഥയാണെന്നും 1100 കുട്ടികൾക്കെങ്കിലും 10-11 വർഷമായി പഠിക്കാനുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഇല്ലാതാക്കിയതെന്നും വളരെ കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ എയിംസ് അനുവദിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ ഉറപ്പും മുരളീധരൻ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ജനറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ആരംഭിക്കാനുള്ള പ്രപ്പോസൽ സമർപ്പിക്കാനും കേന്ദ്രമന്ത്രി പറഞ്ഞു. എല്ലാ ജില്ലകളിലെയും ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ട്രോമ കെയർ സെൻറ്റർ ആരംഭിക്കാനുള്ള സഹായം കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതി പരിധി ഉയർത്തണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യവും കേന്ദ്രമന്ത്രി JP നദ്ദ അംഗീകരിച്ചു. കേരളത്തിലെ 3 മെൻ്റൽ സെൻ്ററുകൾ, അതായത് കുതിരവട്ടവും കോഴിക്കോട് കുതിരവട്ടവും അതുപോലെ തന്നെ തിരുവനന്തപുരം പേരൂർക്കടയിലെ മാനസികരോഗ ആശുപത്രി അടക്കമുള്ള 3 ഹോസ്പിറ്റലുകളുടെ നിലവാരം ഉയർത്താൻ ആവശ്യമായ സഹായം നൽകുമെന്നും പെൺകുട്ടികൾക്ക് HPV വാക്സിൻ നൽകുന്നതിനുള്ള കേന്ദ്ര സഹായവും ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകി. അപ്പോൾ കൃഷ്ണനുമായിട്ട് പോയതിൽ ഗുണമുണ്ടായി. NHM-നുള്ള ഫണ്ട് കേരളത്തിന് അപരിമിതമാണെന്ന് കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. ഫണ്ട് കഴിയുന്ന മുറയ്ക്ക് പരിധി വർദ്ധിപ്പിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി. സാംക്രമികേതര രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, ചില ക്യാൻസർ മരുന്നുകൾ എന്നിവ മരുന്നുകൾ കൂടാതെ ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത ചില മരുന്നുകളുടെ ആവശ്യകതയെയും കേന്ദ്രമന്ത്രിയെ സംസ്ഥാന ആരോഗ്യമന്ത്രി ബോധ്യപ്പെടുത്തി. ഈ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും പറഞ്ഞു. അതുപോലെ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള കേന്ദ്ര സഹായവും വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കുറേ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജിൽ തുടങ്ങി, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ധനസഹായത്തിൽ തുടങ്ങി, എയിംസ് സെൻറ്റർ വരെയുള്ള മെഡിക്കൽ സംവിധാനം വരെയുള്ള വളരെ വിപുലമായ ഒരു ആരോഗ്യ പാക്കേജിനാണ് കേന്ദ്ര ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നതെന്നാണ് മുരളീധരൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാം മനോഹരമാണ്. പക്ഷേ ഇതൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്തായാലും വളരെ പെട്ടെന്ന് വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വരുന്നു എന്ന് കേൾക്കുന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ഇടണമെന്നൊക്കെ ഒരു ഡിമാൻഡ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഡോക്ടർ പൽപ്പുവിൻ്റെ പേര് ഇടണം എന്നൊരു ഡിമാൻഡ് ഡോക്ടർ പൽപ്പുവാണ് കേരളത്തിലെ ആദ്യമായി പഠിച്ച് ഇറങ്ങിയ MBBS ഡോക്ടർ. പിന്നെ അദ്ദേഹത്തിന് ജോലി ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ വലിയ കഥയുണ്ട്. ഈഴ മെമ്മോറിയലൊക്കെ ഉണ്ടായ കഥ അങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർ പൽപ്പുവിൻ്റെ പേരിടണം എന്നും പല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ആരുടെ പേരിട്ടാലും ഹരിപ്പാടും മെഡിക്കൽ കോളേജ് വരുന്നു. ആലപ്പുഴ വണ്ടാനത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഉയർത്തുന്നു. വയനാട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രപ്പോസൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ സ്ഥലങ്ങളിലും വളരെ കൃത്യമായ മെഡിക്കൽ കോളേജുകളും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങൾ കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം വേണ്ടത് നമുക്കൊരു തുറന്ന സമീപനവും, നമ്മൾ സ്ഥലമെടുത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഫണ്ട് കൃത്യമായി വാങ്ങുന്ന ഫണ്ട് അതുപോലെ വളരെ കൃത്യമായി നോംസിനകത്തുനിന്ന് ചിലവാക്കുക. ഇങ്ങനെ കുറച്ച് പ്രോസസ്സുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ പുതിയ ഗവൺമെൻറ് UDF ഗവൺമെൻറ് കീഴിൽ കൃത്യമായ ആരോഗ്യ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വീണ ജോർജിനെ പോലല്ല, കുറേ കൂടി കേന്ദ്രവുമായ ഒരു അമിക്കബിളായിട്ടുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കെമിസ്ട്രിയിൽ പുതിയ സ്ഥാപനങ്ങൾ വരട്ടെ. തമിഴ്നാടിനെ കണ്ടു പഠിക്കണം. എന്തെല്ലാം ശത്രുതയുണ്ടെങ്കിലും വെട്ടിക്കൊല്ലാനുള്ള ആവേശമുണ്ടെങ്കിലും പദ്ധതികളിൽ അതില്ല. വികസന കാര്യത്തിൽ അവർ പരമാവധി പണം വാങ്ങിക്കൊണ്ട് പോകും. ആ ഒരു സമീപനം കേരള സർക്കാരും സ്വീകരിക്കണം. BJP നഖശികാന്തം എതിർക്കാം, രാഷ്ട്രീയമായി പോർ വിളിക്കാം, വെല്ലുവിളിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അകത്ത് വികസന കാര്യത്തിൽ അതുണ്ടാവരുത്. പരമാവധി സ്ഥാപനങ്ങളും പരമാവധി തുകയും കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു തന്നെ വാങ്ങി
കേരളത്തിന് കൊണ്ടുവരണം. അതിന് കെ മുരളീധരൻ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കട്ടെ. അതുപോലെ തന്നെ നല്ല സൗഹൃദത്തിൽ പോയി ആ വികസന കാര്യത്തിൽ നല്ല സൗഹൃദത്തിൽ പോയി പരമാവധി തുക കേരളത്തിന് കൊണ്ടുവന്നാൽ, നേരത്തെ JB നത്ത സൂചിപ്പിച്ചതുപോലെ 10 വർഷങ്ങളായി പറയുന്നത്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞത്. 10 വർഷം പിണറായി ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് കൊണ്ടുപോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ചെയ്യാതിരുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ 1100 കുട്ടികൾ പുതിയ ഡോക്ടർമാരായി കേരളത്തിൽ ഇറങ്ങുമായിരുന്നു. നാലാംകിട രാഷ്ട്രീയവും തരികിട രാഷ്ട്രീയവും ഇമേജ് രാഷ്ട്രീയത്തിൻ്റെയും കാലം കഴിഞ്ഞു. ആര് ചെയ്താലും ക്രെഡിറ്റുകൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന പുതിയ കാലമാണ്. അതുകൊണ്ട് തന്നെ UDF വളരെ അടിയന്തരമായി, BJP ആണ് കേന്ദ്രം ഭരിക്കുന്നു, സംഘപരിവാറാണെന്നും നോക്കാതെ കിട്ടാവുന്ന പരമാവധി പദ്ധതികൾ പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് നാടിനും നാട്ടാർക്കും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.